ഞാൻ ആലോചിച്ച് നോക്കാണ്, ഇന്നലെ രാത്രിയിലത്തെ ഇടിയും മഴയും കണ്ടപ്പോൾ ഞാൻ കരുതി ഒരാഴ്ച ഇനി മഴയായിരിക്കും. എത്ര പെട്ടെന്നാ വെട്ടം വിളിച്ചു വന്നു. മനുഷ്യന്റെ സ്വഭാവം പോലെയാണ് ഇപ്പം പ്രകൃതി ഇങ്ങനെ മാറണത്. വേണ്ടില്ലേ? അല്ല, ഇന്നലെ രാത്രി മുതൽ കടന്നലൂത്തി ഇരുന്നാണ്, ഇപ്പൊ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. കടന്നലെണ്ണം പുറകെ നടന്ന് കുത്തുവല്ലേ, പിന്നെ എങ്ങനെയാ? നല്ല വിഷമുള്ള കടന്നല്ല നീ കണ്ടിട്ടില്ലാത്തോണ്ടാ. ഇതൊക്കെ പാവം കടന്നല. അതാ. അല്ല, ഇങ്ങനെ ഒരാഴ്ച വെട്ടം വിളിച്ചുണ്ടെങ്കിലേ നമുക്ക് ആരെങ്കിലും വിളിച്ചിട്ട് ആ തറവാടൊന്ന് നേരായിക്കാറ്. ആ ഹോളിലെ ഓട് പൊട്ടിയിട്ട് വെള്ളം മുഴുവടാ. നല്ല തീരുമാനമാണ്. അത് മാറ്റാനുള്ള സമയം കഴിഞ്ഞ് അതെല്ലാം മാറ്റിയിട്ട് നല്ല ഇരുമ്പിന്റെ ഇതുണ്ടല്ലോ, മരമൊക്കെ മാറ്റണം. എന്നിട്ട് ഇരുമ്പിന്റെ പട്ടിയും കഴിക്കോലൊക്കെ ആക്കണം. അതൊക്കെ വലിയ ചെലവാണെന്ന്. ഈ സമയത്ത് അത് വേണ്ട. തൽക്കാലം അതിന്റെ ഈ ചോർച്ച ഒന്ന് മാറ്റിയാൽ മതി. തൽക്കാലം ചോർച്ച മാറണതേ. ഒരു ദിവസം നമ്മൾ പത്രത്തിൽ വായിക്കും, ഒരു വൃദ്ധ ദമ്പതികൾ ഓട് തലയിൽ കൂടെ വീണ് ആശുപത്രിയിൽ. ഒരു കാര്യം ചെയ്യ്, കുറഞ്ഞ ചെലവിൽ ആരെങ്കിലും കൊണ്ട് നീ ഒന്ന് ഏർപ്പാടാക്കി. ഞാൻ ഏർപ്പാടാക്കാൻ ഏറ്റവും കുറഞ്ഞത് ഒരു 5 ലക്ഷം രൂപ ആവും. 5 ലക്ഷം വേണ്ട. എടാ, അതിന് ഓട് മാറ്റണ്ട, നമുക്ക് ആ പട്ടിക്കും ഇതൊക്കെ ഇരുമ്പാക്കിയാ മതി. ആ ഇരുമ്പിന്റെ കാര്യമാണ് ഈ പറയണത്. ആ ഫ്രെയിം ആ വീടിന്റെ പഴയതാണെന്ന് പറഞ്ഞാൽ കുറെ ഏരിയ ഉണ്ട്, അതിനത്ര ഇരുമ്പ് ഫ്രെയിം ആക്കണമെങ്കിൽ ചെറിയ കളിയാ. അല്ലല്ല, ക്ലീറ്റ് 5 പറഞ്ഞൊരു 2.5 പ്രതീക്ഷിച്ചാൽ മതി, ബാക്കി 2.5 പോക്ക്. അല്ല, അതെന്താ പറയാ, ഇപ്പൊ ചേച്ചി അവിടെ താമസമില്ല, ഞാനും ഇല്ല, ഇടയ്ക്ക് എപ്പോഴല്ലേ പോണുള്ളൂ. ആൾ താമസം ഉണ്ടെങ്കിൽ ഈ വീട് ഇങ്ങനെ കേടുവരില്ലായിരുന്നേ. അതാണ് ഈ സാധനങ്ങളുടെ വില അറിയാതിരുന്ന് വെറുതെ ഓരോ കള്ളക്കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. മെയിൻ്റെനൻസ് ചാർജ് എത്ര രൂപ? ഒരു പണിക്കാരനെ വിളിച്ച് എത്ര രൂപ തച്ചൂലി? 1500 രൂപയാണ് ഏറ്റവും കുറഞ്ഞ കൂലി. കൊടങ്ങാവളെ തന്നെ ആ പുറയുന്ന പെരുമരം വീണിട്ട് ബാക്കിലെ കക്കൂസ് മൊത്തം ഇടിഞ്ഞു പോയി. ഓ, റോസ്മേരി എന്നിട്ട് ഒരു പണിക്കാരനെ വിളിച്ചപ്പോ കക്കൂസിന്റെ ചെറിയ മുറി കെട്ടിപ്പോക്കുന്നതിന് 75,000 രൂപ പറഞ്ഞു. പൈസ ഇല്ലാത്തോണ്ടല്ലേ ഞാൻ പോകത്ത്. ഇപ്പൊ അമ്മാവ് ഒരു കാര്യം, അമ്മാവും അവിടുത്തെ ഓടിന്റെ പണി ചെയ്യണില്ലെങ്കിൽ അവനൊരു 75 രൂപ അവന്റെ കക്കൂസ് പണി നടക്കട്ടെ. വെറുതെ ഇപ്പൊ വലിയ എമൗണ്ട് ചെലവാക്കണ്ടല്ലോ. എടാ, കയ്യിലുള്ള കാശ് ഇപ്പൊ കടമ കിട്ടി, ഇനിയിപ്പൊ കയ്യിലെ കാശൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഏതെങ്കിലും ഒരു ആശാരിനെ വിളിച്ചിട്ട് ആ 2 ഓടൊന്ന് മാറ്റിക്കാം. അപ്പൊ ഒരു 1000 ഉറുപ്പ്യല്ലേ വരും. അത് മതി. ഒരു കാര്യം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നല്ലൊരു ഐഡിയ പറയാം. അത് എനിക്ക് വാടകയ്ക്ക് താ, മാസം ഒരു 3000 രൂപ വെച്ച് ഞാനങ്ങ് തരാം. ഒരു 15,000 ഉറുപ്പ്യ തരുമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം. ഒരു കാര്യം ചെയ്യും, 3 മാസത്തിലൊരിക്കൽ ഒന്ന് വാങ്ങിച്ചു. എടാ, തറവാടിനല്ല, എന്റെ വീട് ഞാൻ 15,000 ഉറുപ്പ്യക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് ഞാനും ഇവളും തറവാട്ടിൽ. വെള്ളം കയറുന്ന വീടാ. ആ ആറ്റിലെ വെള്ളപ്പൊക്കം, വെള്ളം വന്നാൽ നേരെ വീട്ടിൽ കയറും. അവിടെ പറഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞ അതിന്റെ തൊട്ടടുത്തുള്ളവരൊക്കെ തോണിയിലാണ് ഇപ്പൊ വെള്ളം കയറി. ഞങ്ങളുടെ വീട്ടിലൊക്കെ വെള്ളമൊന്നും കയറും. ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നപ്പോ കണ്ടതാ. തവള ഇരുന്ന് തുള്ളുന്നത്. അപ്പൊ വന്നിട്ട് എത്ര നേരമായിടി കട്ടറ്? ഒന്ന് പോയി മനുഷ്യനെ എവിടെയും ചന്തി ഉറപ്പിച്ചൊന്നും ഇരിക്കാൻ തുടങ്ങി. അപ്പൊ പറയും കട്ടൻ കട്ടൻ. ഞാനുണ്ടാക്കാം. നീ ഉണ്ടാക്കണ കട്ടത്തന്നെയല്ലേ എന്നും കുടിക്കണേ? ഞാൻ ഉണ്ടാക്കി തരട്ടെ. വേണ്ട, പൈസ കാലത്ത് വേണ്ട. അമ്മാവ കട്ടൻ ആരിട്ടാലും ഒരുപോലെ ഇരിക്കും. ഇതൊന്ന് പോടി അവിടുന്ന്. ഇപ്പൊ ലില്ലിമോള് ഇവിടെ ഉണ്ടെങ്കിണ്ടല്ലോ, ഞാൻ വന്നു കഴിഞ്ഞാൽ ചോദിക്കും കൂടി വേണ്ട. മാമൻ വന്നു എന്ന് പറഞ്ഞ് ചായ ഉണ്ടായിക്കൊണ്ടിരും. നിനക്കല്ലേ ഡിമാൻഡ്? എനിക്ക് ഡിമാൻഡ്. തങ്കച്ചേട്ടത്തി നല്ല ഉഷിരുള്ള കട്ടൻ ഇടുവാന്ന്. മേലെ കട ബിജുവിന്റെ അവിടെ പോയി നല്ല മൊരിഞ്ഞ പരിപ്പാടെ എന്റെ വക ഫ്രീ. പരിപ്പോടെ വാങ്ങിക്കണോളം എന്റെ പറ്റിൽ എഴുതരുത്, കാശ് കൊടുത്തോളാം. പരിപ്പാട് പഠിക്കാനുള്ള പൈസ എന്റെ കയ്യിലുണ്ട്. എടാ, ഒരു കാര്യം ചെയ്യ്, എനിക്ക് പരിപ്പ് കൂടെ വേണ്ട, ഇലയുടെ മതി. ഒരു 5-6 പല്ലിരിപ്പുണ്ട്, അതും കൂടെ അടിച്ചു പറിച്ച് കളയാ, എനിക്ക് വയ്യ. അവിടെ ഇലയുടെ ഇല്ല അമ്മച്ചി. അവിടെ ഇലയുടെ ഉണ്ട്. അമ്മയ്ക്ക് പിന്നെ ഈ പരിപ്പോടെ കടിക്കാൻ പറ്റുമോ? അത് വാങ്ങിച്ചോളൂ. ഇലയുടെ ഓക്കെ. അമ്മായിക്ക് എന്താ വേണം? എനിക്ക് പരിപ്പുവട. പരിപ്പോട പറഞ്ഞോ. എല്ലാവരും എനിക്ക് പഴംപൊരി മതി. പഴംപൊരി മതി. എനിക്ക് ഉള്ളിയോടെ മതി. നേരത്തെ എനിക്ക് പറയാൻ എനിക്ക് ഇതൊന്നും വേണ്ട, എനിക്ക് സാരി മതി. അതിന് കട്ടൻ്റെ സാരി തിന്നാൻ പറ്റും. അവക്ക് സാരി മതി, എനിക്ക് ചുരിദാർ. അല്ല, ഈ ചായയും പരിപ്പോടിയും ഈ ചുരിദാരും സാരിയൊക്കെ തമ്മിൽ ചോദിക്കുന്നത്. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്താ, നിങ്ങൾക്ക് 2 ജീൻസും ഷർട്ടും കൂടി. അമ്മയ്ക്ക് എന്തെങ്കിലും വേണോ? അമ്മയ്ക്ക് മിടിയും ടോപ്പും. അയ്യോ, എനിക്ക് നിങ്ങൾ എത്ര നാളായി എന്തെങ്കിലും ഒരു പുതിയത് എടുത്തു വന്നിട്ട്? ഓണല്ലേ വരുന്നേ. ഓണം വരുമ്പോ മാമന്റെ വക എല്ലാവർക്കും ഡ്രസ് ഉണ്ട്. ഇപ്പൊ നീ കട്ടൻ ഇടുവോ? നീ പോയി പരിപ്പോടെ മേടിക്കോ. അതെ, ഒരു ചുരിദാർ മേടിക്കാൻ പറഞ്ഞിട്ട് ഇപ്പൊ എത്ര ഓണം കഴിഞ്ഞതാ? ഓണത്തിനിടും. ഈ മറ്റേ ഇങ്ങനെ ബുക്ക് ചെയ്ത് ഇങ്ങനെ വരുത്തിക്കല്ലേ. മാസം മാസം പെട്ടിയിൽ ഓരോരുത്തർ ഇങ്ങനെ കൊണ്ടുവരുന്ന കാണാം. സാരി ആയിട്ടും ചുരിദാറായിട്ടും കൊടുക്കണ കാണാം, കാശ് കൊടുക്കണം കാണാം. അമ്മാവാ, ഈ ഓണത്തിന് സാരി എടുത്തു കൊടുക്കാൻ ഏത് ഓണത്തിനെന്ന് പറഞ്ഞില്ല. വരണ ഓണത്തിന് എല്ലാ ഓണവും വരണതാണ്. ഞാനൊരു കാര്യം പറയേ, ഞങ്ങളെ പറ്റിക്കും പോലെ അവളെ പറ്റിക്കരുത്. കളി നടക്കൂല, പ്രശ്നമാകും. എടാ, ഞാൻ നിന്റെ പോലെ ഉടായിപ്പല്ല, പറഞ്ഞ വാക്ക് പാലിക്കണോ? പാലിച്ചാ മതി, എടുത്ത് കൊടുത്താ മതി. ഞാൻ ചോദ്യം ചെയ്യട്ടോ, ഉത്തരം പറയോ? എന്നോട് ഉത്തരം മുട്ടിക്കില്ലേ അപ്പൂപ്പനെ? രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന വാക്കേത്? 3 അക്ഷരമുണ്ട്. എങ്ങനെ? രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു വാക്ക് 3 അക്ഷരമുള്ള ഒരു 3 അക്ഷരം പറയും.
രാരീരം. അല്ല. രാരീരം. രായി തുടങ്ങി രായിൽ അവസാനിക്കണ ഇത് രാരീരം രമ്മിലാണ് അവസാനിക്കണേ. അപ്പൊ പിന്നെ ഒരു ഫ്ലൂ കൊടു. ക്ലൂ അല്ല ക്ലൂ. ആ എന്നാ അത് കൊടു. അതിന് ക്ലൂ ഒന്നും ഇല്ല ഡാഡി. അതെന്ത്? അത് 3 അക്ഷരല്ലേ ഉള്ളൂ. ആ 3 അക്ഷരേ ഉള്ളൂ. അപ്പൊ പിന്നെ പറയണം. ആ അതെ, നീ ആലോചിക്ക്. ഞാനേ ഈ ജുബ്ബ നയിച്ചിട്ട് വരാം. അയ്യോ, തോറ്റതല്ല, അല്ലാതെ തോറ്റതല്ല. പോരാ. ഞാൻ പറയുന്നത് പിന്നെ എന്നോട് കയ്യിലെ പാടാ പാടാ പാടാ, എന്നോട് കയ്യിലെ പാടാ പാടാ. റൊണാൾഡേ, ആ മൈക്കിളാ കട തുറക്കാൻ പോയില്ലേ? കട തുറക്കാൻ പോവാ. റൊണാൾഡോ കൊണ്ടുപോകും. ഞാൻ കട വരെ പോയി എന്നിട്ട് സാധനം മേടിച്ചു. ഞാനേ റൊണാൾഡോന് അത്യാവശ്യമായിട്ടൊന്ന് കാണാതിരിക്കുമായിരുന്നു. എന്താ വണ്ടി കംപ്ലൈന്റ് ആയല്ലേ? വണ്ടി കംപ്ലൈന്റ് ഒന്നുമില്ല. വർഷാപ്പ് ജോലിയൊക്കെ ഉണ്ടോ? വർഷാപ്പിൽ കുഴപ്പമില്ല. എൻ്റെ മോനെയും കൂടെ അവിടെ നിർത്തും. ഇപ്പം ഒരു സ്റ്റാഫിനെ വെച്ച് നടത്താൻ മാത്രമുള്ള സെറ്റപ്പ് ഒന്നും ഇല്ല വർക്ക്ഷോപ്പിൽ. ആ വർക്ക്ഷോപ്പ് വല്ലപ്പോഴും ഇറക്കും. ഇപ്പോൾ പണിയുണ്ടെങ്കിൽ ആ വീട്ടിൽ നമ്മുടെ മാവിൻ്റെ വീട്ടിലിട്ടാൽ കൂടുതലും പണി ചെയ്യുന്നത്. ശമ്പളമായിട്ടൊന്നും കൊടുക്കണ്ട. അവൻ പണി പഠിച്ചതിന് ശേഷം പിന്നെ നിന്റെ ഇഷ്ടം പോലെ എന്തെങ്കിലും കൊടുത്താൽ മതി. പണി പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ താല്പര്യമുണ്ടോ? വെറുതെ വർക്ക്ഷോപ്പിൽ ഒന്ന് മൊബൈലും കളിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് പറ്റത്തില്ല. അവന് മെക്കാനിക്കിനോട് നല്ല താല്പര്യമോ? ആണോ? ആ, അങ്ങനെയാണെങ്കിൽ പോരട്ടെ. അവൻ ഇപ്പം എത്ര വയസ്സുള്ളവന്? അവന് 19 വയസ്സ്. 19 വയസ്സ്. ആ 19 വയസ്സിൽ നിന്ന് പണിയൊക്കെ പഠിച്ചാൽ ഒരു 10-24 വയസ്സാകുമ്പോഴത്തേനെ കഴിവ് തെളിയിക്കാതെ സ്വന്തമായിട്ട് ഒരു വർക്ക്ഷോപ്പ് ഇടാം. അത് വെച്ചാൽ ഒരു കല്യാണം കഴിക്കാനോ? കല്യാണമൊക്കെ കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞോ? ഓ, ഈ 19 വയസ്സുള്ള ചെറുക്കനെ പിടിച്ച് കെട്ടിച്ചതോ? ഞാൻ കെട്ടിച്ചൊന്നുമില്ല. അവനൊരു ബെസ്റ്റി ഉണ്ടായിരുന്നു. ഈ ബെസ്റ്റിക്ക് ഒരു കാമുകൻ ഉണ്ടായിരുന്നു. അവസാനം എൻ്റെ മോനും അവളുമായിട്ട് ബെസ്റ്റി കളി കൂടി ഈ കാമുകൻ ഒരു ദിവസം ഇട്ടേച്ചങ്ങ് പോയി. അങ്ങനെ യവനെ ആശ്വസിപ്പിച്ച് ഒരു ദിവസം നോക്കിയപ്പോൾ അവള് കൂടും കുടുക്കായിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്നു. അവക്ക് എത്ര വയസ്സുണ്ട്? 21 വയസ്സ്. 19 ചെറുക്കൻ 21 വയസ്സുള്ള പെണ്ണോ? താല്പര്യം ഉണ്ടെന്ന് അറിഞ്ഞോണ്ടേ ഒരു കാര്യം ചെയ്യും, എന്നെ വന്ന് അവനോട് കാണാൻ പറ. കാണാൻ വരുമ്പോൾ ഒരു ബയോഡാറ്റ, സ്കൂൾ സർട്ടിഫിക്കറ്റ്, പിന്നെ ഒരു ബൈക്കിന്റെ ടൂൾ കിറ്റ്. അതിന് വർഷോപ്പിൽ പണിക്കെടുക്കുമല്ലേ, ശമ്പളവും കൊടുക്കാനില്ല. ഞാൻ ഇതൊക്കെ ചെക്ക് ചെയ്യും. മാവിന്റെ ഒട്ടി 2 സ്പാൻഡറുമായിട്ട് ഇരിക്കുന്നവനാ ബയോഡേറ്റ. കഴിഞ്ഞില്ലോടി? അമ്മ ഇങ്ങ് വന്നു, ഞാൻ അങ്ങോട്ട് കൊണ്ട് കുറേ നേരമായി നീ വന്നിട്ട്. അത് ദേ എനിക്കറിയാൻ പാടില്ല. ഇവിടെ എവിടേക്ക് ചായപ്പൊടി നോക്കിയിട്ട് കാണണ്ടായിരുന്നില്ല. എല്ലാത്തിലും പഞ്ചസാര ഇട്ടോ? എനിക്ക് കുറച്ച് മതി പഞ്ചസാര കേട്ടോ. എനിക്ക് തോന്നി ഞാൻ 2 ഒഴിച്ചിട്ടില്ല. അമ്മാവന് കുഴപ്പമൊന്നുമില്ല, അത് കുടിക്കും. ചൂടാണ്. ആദ്യത്തെ അക്ഷരം ര, അവസാനത്തെ അക്ഷരം ര. 3 അക്ഷരം ആകുള്ളൂ. രാമരാ. രാമരയോ? രാമ 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 എന്ന് പറയുന്നിടത്ത് ഒരു കട്ട് രാമ. എടാ, തോക്കണവരെല്ലാവരുടെയും ചെവിക്കിട്ട് ഇങ്ങനെ നോടണം. അയ്യോ എന്റെ കുഞ്ഞ് കേട്ടാ, അമ്മ നോണ്ട. എല്ലാരും തോറ്റ്, വേറെ ആരും നിങ്ങളാരും പറഞ്ഞില്ലല്ലോ. അപ്പൊ അവിടുന്ന് ഞാൻ തോറ്റു. എനിക്ക് ഒരു നോട് കൊണ്ടാലും കുഴപ്പമില്ല. ഞാനും തോറ്റു. ചേച്ചി പറ. ഞാൻ തോറ്റേ. എൻ്റെ മക്കളെ ഇവരെ കൊണ്ടൊക്കെ എന്നെ കൊണ്ട്. തോറ്റ് പറ, ഉത്തരം പറ. ഞാൻ പറയട്ടോ? 2.5. അത് കറക്റ്റാണല്ലോ. ഇത് എവിടുന്ന് ഇതാ? ഇത് എവിടുന്ന് പഠിക്കുന്നത്? 2.5. അമ്മയുടെ ബുദ്ധിയാണ് എന്റെ മോനെ. എങ്ങനെ ആരെ ബുദ്ധി? എന്റെ ബുദ്ധി. അയ്യോ, 5ാം ക്ലാസ് ബുദ്ധി അതല്ല. എന്തായാലും കാതും കൊണ്ടോ എന്തിന്? കൊണ്ടു വേണ്ട കൊണ്ടോ? വേണ്ട വേണ്ട. അത് അവൻ വേണ്ട. അവനാണ് ചെയ്യുന്നത്, നീയല്ല. ഞാൻ ചെയ്യാം. അവൻ പതുക്കെ ഇങ്ങനെ തിരിച്ചും ഞങ്ങൾ ചെയ്യട്ടെ. കളിക്കല്ലേ. അതെ, ഈ വട വാങ്ങാൻ പോയ എവിടെയാണ്? ഈ ചൂടുള്ള കട്ടൻ ചായക്ക് ഇപ്പൊ ഇന്ന് വട കിട്ടും. ചായ ഇട്ട് ഇത്രയും പേർക്ക് ചായ ഇട്ട് ഞാൻ കൊണ്ടുവന്നു. ദാ വരുന്നടേ. ഒന്ന് അനങ്ങി വാടാ.
ഇതിനെ ഓടണേ അത്ര ഓടണ്ട. നമ്മളെ കാടുമ്പുള്ള ഓട്ടാണ്. അല്ല എവിടെ എല്ലാം കിട്ടിയടാ? എല്ലാം ഉണ്ടോ? പുള്ളിയോടും പരിപ്പോടെയും ഇലപ്പം എല്ലാം ഉണ്ട്. ആ നീ എവിടെ പോകുന്നു? എനിക്ക് ഒരു വയറിനൊരു ഒരു ബാത്റൂമിൽ പോകണം. അവിടുന്ന് വല്ല കടപ്പലാരം വാങ്ങി തിന്നായിരിക്കും. ഇല്ല ഇതില്ല, അവനല്ലേ പിന്നെ കട കണ്ടു കഴിഞ്ഞാൽ കഴിക്കാതിരിക്കുക. നേരം വൈകിയപ്പോഴാണ് ഞാൻ കണക്കാക്കി. മൂക്കറ്റം മേടിച്ച് തിന്നിട്ടാണ് ഇപ്പൊ ഈ കക്കൂസ് പോക്ക്. ഇനിയിപ്പൊ വേണോ? പിന്നെ വേണ്ടേ? ചായ കുടിച്ചു കഴിഞ്ഞോണ്ട് ചോദിച്ചതാ. ചായ കുടിച്ചിട്ടില്ലല്ലോ. എന്നാലും അറിയല്ലോ. നല്ല കരിമിരാന്നുണ്ടല്ലേ? എന്തൊക്കെ പലഹാരം ഉണ്ടെങ്കിലും വെച്ചിട്ടുണ്ട്. ചൂടുള്ള പരിപ്പ് വട പറഞ്ഞ അതൊരു പ്രത്യേക. ഇതെന്താ മോശം ഉള്ളിവട? അത് വേറെ എണ്ണയുടെ അത്. പിന്നെ ഇത് വെള്ളത്തിൽ പൊരിക്കണല്ലേ? അങ്ങനെയല്ല, അതിൽ എണ്ണ ഇങ്ങനെ തളം കെട്ടി നിൽക്കുക. ഇതിങ്ങനെ കടിച്ചിട്ട് ചൂടുള്ള ചായ അങ്ങനെ ചൂടാറിയത്. ചൂടാറിയെന്നല്ലേ ഞാൻ പറഞ്ഞത് ആദ്യം. കുട്ടി ഇതൊന്ന് ചൂടാക്കണേ. ഇപ്പൊ അങ്ങ് ഇതാക്കി കൊടുത്തോളൂ. ക്ലീറ്റ് അങ്ങ് പോയി ചൂടാക്ക് പോ. എന്നാ നീ ചൂടാക്ക. എനിക്ക് പെണ്ണുങ്ങൾ എവിടെയെങ്കിലും ഇരിക്കണം കണ്ട അപ്പ തുടങ്ങും. നിങ്ങൾക്കൊരു വിചാരമുണ്ട് പെണ്ണുങ്ങൾക്ക് മാത്രമേ ഇത് പറ്റൂന്ന്. അതെ, എന്നാ എനിക്ക് പറ്റൂത് ചൂടാക്കാം. ഞാൻ ചൂടാക്കിക്കോളാം. നിങ്ങൾക്കല്ലേ പറ്റാ? അമ്മാവ് അതിനിപ്പോ ചെറു ചൂടുണ്ട്. അത് വേണ്ടല്ലേ, ഞാൻ ചൂടാക്കി കുടിച്ചോളാം. ഞാൻ വരാം. വേണ്ട, നീ കൊണ്ടല്ല, ഞാൻ പൊക്കോളാം. ചേച്ചിക്ക് ചൂടാക്കണോ? ഞാൻ വരാന്ന്. ഓ നിനക്ക് ചൂടാക്കണോ? വേണ്ട വേണ്ട, ഞാൻ വരാന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട് കണ്ടാ? ഞാനൊക്കെ തങ്കല്ലേ, തനി തങ്കം. ഈ സ്വഭാവത്തിനെയൊക്കെ അയ്യോ തങ്കമാണോന്ന്. ചൂടില്ലെങ്കിൽ എന്ത് കുടിക്കുന്നു, ഒരു പരാതിയില്ല. ചേച്ചി എന്താ താഴെ നോക്കി നടക്കണം? ഇങ്ങോട്ട് വാ. ഇതെവിടെ ആംബുലൻസ് പോകും പോലെ പോണേ? ഒന്നും പറയണ്ട. എന്നാ ഒരു പരിപ്പോടെ എടുക്കണ്ട തങ്കം, വേണ്ട. ഇന്ന് തമ്പച്ചേൻ്റെ നെടുമങ്ങാട് നാടകമുണ്ട്. അപ്പം നായികയുടെ ഓർണമെന്റ്സും കാര്യങ്ങളും ആയിട്ട് പുള്ളി ലേറ്റായതും വേണ്ടി വളരെ വെപ്രാളപ്പെട്ട് ഓടി പോവുകയായിരുന്നു. നെടുമങ്ങാട് എത്തിയപ്പോൾ എന്നെ വിളിക്കണം. ആ പുള്ളി കൊണ്ടുപോയ ഓർണമെന്റ്സ് ഒന്നും കാണാനില്ല, ഇവിടെ എവിടെയെങ്കിലും കിടക്കണമെന്നും പറഞ്ഞു. ദൈവം തമ്പുരാനെ. ഈ ഓർണമെന്റ്സ് ഒക്കെ ഒരു പെട്ടിക്കകത്താക്കിയാണ്ടേ കൊണ്ടുപോകാനുള്ളത്. വാരി കെട്ടി എനിക്ക് അറിഞ്ഞൂടെ എന്നാൽ നേരത്തെ കാലത്തെ പോകണ്ടേ? ഇവിടെ ഉച്ചവരെ കിടന്ന് ഉറങ്ങി എണീറ്റ് മീശയും വെട്ടി മുടിയും വെട്ടി ഒരുക്കി കൊണ്ടുപോകണം. എനിക്കാണ് എത്ര മണിക്ക് നാടകം? അല്ല ഇത് സ്വർണ്ണമാണ്. സ്വർണ്ണമൊന്നുമല്ല, എത്ര മണിക്ക് നാടകം? ഇന്ന് നാടകം വൈകിട്ടമ്മ റിഹേഴ്സലുണ്ട്. നീയിപ്പൊ എന്ത് ചെയ്യും? എനിക്കറിഞ്ഞൂടെ. ഇനിയിപ്പോ വീട്ടിലുണ്ടോ? അല്ലിപ്പോ ഈ കാരണം കൊണ്ട് നാടകം മുടങ്ങോ? മുടങ്ങൂലായിരിക്കും. വേറെ ഏതെങ്കിലും മേടിക്കണം. വേറെ എന്തെങ്കിലും വാങ്ങിക്കുമായിരിക്കും. ഞാൻ എന്തായാലും വീട്ടിൽ കൂടെ പോയൊന്ന് നോക്കട്ടെ. അവിടെ വഴിയിലൊക്കെ നോക്കിയോ? വഴിയിൽ എല്ലായിടവും നോക്കി, എങ്ങും കാണാനില്ല. എന്തോ ഒരു അത്ഭുതമായിപ്പോയി. അതൊക്കെ സൂക്ഷിച്ചു വെക്കണം. അതെ തന്നെ, വീട്ടിൽ പോയി നോക്കാം. ആ ശരി എന്നാ. ചേച്ചി ചായ കുടിക്കായിരുന്നിട്ടാ? ഓ ചായ ഒന്നും വേണ്ട. എങ്കം എടാ നീ എവിടാ? പിന്നെ എടാ എനിക്ക് വഴി കിടന്ന് കുറച്ച് ഗോൾഡ് കിട്ടി. അല്ലല്ല അന്നത്തെ പോലല്ല, ഒറിജിനൽ സാധനം. എങ്ങനാലും 7-8 പവൻ വരും. നീ എനിക്കത് എത്രയും പെട്ടെന്ന് കന്യാകുമാരിയിലോ നാഗർകോവിലോ കൊണ്ട് കച്ചവടമാക്കി തരണം. എടാ എനിക്ക് പൈസയ്ക്ക് അത്ര ആവശ്യമാണ്. വീട്ടിലല്ലാണ്ട് ഇടിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ബാത്റൂം എല്ലാം ശരിയാക്കണം, വർക്ക്ഷോപ്പിലേക്ക് സാധനം മേടിക്കണം, അതുപോലെ വർക്ക്ഷോപ്പിച്ച് പരിപാടിയുണ്ട്. കിട്ടുന്ന വില പേശാനൊന്നും നിൽക്കണ്ട. എടാ കൊപ്പ എനിക്കിവിടെ ഇറങ്ങാൻ പറ്റത്തില്ലെന്ന്, എങ്ങനെ പിടി വീണാലോ? നീ വൈകിട്ട് പോവാ, ഞാൻ സാധനം എടുത്തരാം. നീ രാവിലെ എന്നിട്ട് 90 വണ്ടി വിട്ടു. എടാ 7-8 പവനുണ്ട്, കിട്ടുന്ന വിലയ്ക്ക് മേടിച്ചോ. നല്ലൊരു എമൗണ്ട് കാണും, ഉറപ്പാണ്. എടാ പവന്റെ വില കൂടിയ കാര്യം നീ അറിഞ്ഞില്ലേ? നീ നിന്റെ പകട കല്യാണം അത് മാറ്റി വെക്കാൻ നിൽക്കണ്ട, നമുക്ക് ഇവിടെ നിന്ന് തവണയായിട്ട് എടുക്കാം. കെട്ടിയതാ? ആ ചീമന്റെ കുഞ്ഞമ്മയുടെ മോടെ കല്യാണം. അപ്പൊ എവിടുന്നെങ്കിലും കുറച്ച് പൈസ കൊടുത്തിട്ട് ഇത് ജാമ്യം നിന്ന് സ്വർണ്ണം. നീ എന്തോ കക്കൂസി പോ ഓടിയതല്ലേ? കക്കൂസി പോയിട്ട് ഇവിടെ കക്കൂസില്ലല്ലോ. അല്ല പുറത്ത് പോയിട്ട് ഇവിടെ വന്നത് പോയപ്പോ കാലിയായപ്പോ ഒരു ക്ഷീണം. ഇത്ര പെട്ടെന്ന് ചെന്നിരുന്നാ മതി. അന്നേരം അച്ചമ്മന്റെ പതിവില്ലാതെ ഞാൻ ഞാനെല്ലാം കേട്ട്
കൊള്ള ആരും അറിയാതെ എവിടെ വന്നിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് വിഴുങ്ങാ നിലടാ. സഹായിക്കണം. എന്താ ദൈവമായിട്ട് 10 പൈസ ഇല്ലായിരുന്നു. കർത്താവായിട്ട് എന്നെ മുമ്പിട്ട് തന്നെ അച്ഛൻ ആരോടും പറയരുത് പ്ലീസ്. ഞാനൊന്നും പച്ച പിടിച്ചേട്ടാ. വർഷോപ്പ് തുടങ്ങിയിട്ടില്ല. 7 പവനല്ലേ? കൈത്തൂക്കം 8 പവനോ പോട്ടെ, 7 പവൻ പോയി. ഒരു കാര്യം ചെയ്യാം നമുക്കേ, നമ്മ ചേട്ടനും അനിയനും ഇല്ലേ, അതിന് അതിന് നമ്മളിത് വിൽക്കുന്നു. വിറ്റിട്ട് അതിൻ്റെ ഒരു 60% ഞാൻ എടുക്കുന്നു, 40% നിനക്ക് തരും. എന്തേ? ഈ സാധനം വഴി കിടന്ന് കിട്ടിയത് എനിക്ക്. അപ്പോൾ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക്. എന്തായാലും ഈ സത്യം അച്ചമ്പി രഹസ്യമായിട്ട് ഇന്ന് ചോർത്തിയെടുത്തത് കൊണ്ട് ഒരു 10,000 രൂപ തരും. എന്തേ മൂക്കിപ്പൊടി വലിക്കാൻ 10,000 ഗുണമാണ്. അച്ചമ്മയുടെ മറച്ചിട്ടെടുത്ത് അച്ചമ്മയുടെ കുഞ്ഞമ്മയുടെ വഴി കിടന്ന് എനിക്ക് കിട്ടി. ഇത് വഴി കിടന്ന് വേറെ ആരുടെയോ മുതൽ അത് കൈക്കലാക്കി അതിനെ വിൽക്കുക എന്ന് പറയുന്നത് വലിയ തെറ്റ്. അതിനൊക്കെ ശിക്ഷ അറിയാമോ എന്താണെന്നുള്ളത്. പിന്നെ മാത്രമല്ല, ഞാൻ നിന്റെ ചേട്ടൻ അല്ലേ? ഞാൻ അനിയനാണ്. എന്നോട് ഈ പേശ അതുകൊണ്ട് ഇത് എങ്ങനെ നമുക്ക് വീതം വെക്കാന്നുള്ളത് ഞാനിപ്പോൾ 60 പറഞ്ഞു, 40 പോട്ടെ, എന്നാൽ പിന്നെ 50-50. നടക്കത്തില്ല മറ്റേ. എന്തൊരു ഇത് എൻ്റെ മുതൽ വിൽക്കുന്നതിന് ഇപ്പം ഞാൻ നിങ്ങൾക്ക് നോക്കൂലി തരണ്ടോ? മുതലെന്ന് പറഞ്ഞാൽ നീ അധ്വാനിച്ച മുതലൊന്നും അല്ല, അത് ഓർക്കണം. വഴി കിടന്ന് കിട്ടിയതല്ലേ അല്ലേ? തിരക്കുള്ള ജംഗ്ഷനിൽ അത് വാരി എടുത്ത പാട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇച്ചിരി റിസ്ക് എടുത്തിട്ടുണ്ട്. ശരി, അതുകൊണ്ട് മറ്റമ്മ എൻ്റെ ചോരയായതുകൊണ്ട് 70 എനിക്ക് മതി. 30 എടുത്തു. 70 നിനക്ക് 30 എനിക്ക്. ആ ഡീൽ. വേണ്ടടേ, ഞാൻ പറഞ്ഞാണെങ്കിൽ പറ്റുമോ? 50-50 പറ്റുമോ നിനക്ക്? പറ്റത്തില്ല, അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാൽ മതി. ആ ഓ ശരി, എന്നാൽ ഞാൻ പള്ളി പറയണതിന് മുമ്പ് ഇവിടെ ഇരിക്കുന്നിടത്ത് എല്ലായിടത്തും പറയാം, വീട്ടുകാരുടെ. അങ്ങനെയാണെന്ന് എല്ലാവരും ഉള്ളൂ. എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിനക്ക് സ്വർണം കിട്ടിയ കാര്യം നീ പോയി പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഞാൻ പറഞ്ഞാലേ വിശ്വസിക്കില്ല. അത് ഞാൻ പറഞ്ഞിട്ട് വരാം. അത് പറയുന്നതിന് വിട്ടത് ഇതൂടെ പറഞ്ഞോ. സൊസൈറ്റിയിൽ നിന്ന് പൈസ എടുത്ത് തിരിച്ചു മറിച്ച് ഉടനെ തന്നെ 50,000 രൂപ അക്കൗണ്ടിൽ കൊണ്ടിടണം. കമോൺ ബേബേ, സിറ്റ്. നിന്റെ അടുത്ത് ആര് പറഞ്ഞു? ആര് പറഞ്ഞാലും ഞാൻ പറഞ്ഞത് സത്യമാണ്. മച്ചമ്പി വേണമെങ്കിൽ സ്വർണം കൂടെ കൊണ്ടുപോയി സ്റ്റേഷനിലോ എവിടെയാന്ന് വെച്ചാൽ കൊടുക്കും. ഇക്കാര്യം ഞാൻ പറയും. തങ്കഞ്ചേട്ടത്തേറിയും കനകമച്ചമ്പി അറിയും, അപ്പുക്കുട്ട സാറ് ജനങ്ങളറിയും, വാർത്തയാവും. ഒരു കാര്യം ചെയ്യും, സ്വർണത്തിൽ നിന്ന് എനിക്കൊരു പൈസയും വേണ്ട. 100% നീ എടുത്തു. അതല്ല 10% അത് മേടിക്കണം. എനിക്ക് വേണ്ട. അല്ല വീട്ടിൽ എനിക്ക് വേണ്ട. അങ്ങനെ നന്ദി കേട്ടാനല്ല. എനിക്ക് വേണ്ട. കണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ ഇരിക്കില്ലേ സ്വർണം, അതിൻ്റെ യഥാർത്ഥ അവകാശം അവിടെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എടാ, അത് സ്വർണ്ണമല്ല, അത് മുക്ക് കൊണ്ടുപോകണം. ആ തമ്പിയുടെ നാടക സമിതിയിൽ അവരെ നായികയ്ക്കിടാനുള്ള ആവരണമാണ്, അത് കളഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അവർ സുലു ഇങ്ങോട്ട് അലഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് ഞാനിത് കൊണ്ട് എവിടെയെങ്കിലും കൊണ്ടിടണം, അത് പുറകെ നോക്കി നിന്ന് തപ്പിയെടുത്തത് സ്വന്തമായിട്ട്. എടാ, എന്നാൽ പിന്നെ നീ കൊണ്ടുപോയി വിൽക്കും. എടാ, അവരവിടെ അലഞ്ഞുകൊണ്ടിരിക്കുക. നീ മുക്ക് കൊണ്ട് നീ അവർക്ക് കൊണ്ട് കൊടുത്താൽ എനിക്ക് തരണ്ട, ആ സുലുവിന് കൊണ്ട് കൊടുക്കുക. അവരിത് അവിടെ കരഞ്ഞോണ്ട് വന്നു അവരെ. എടാ, സ്വർണ്ണവും മറ്റേ മുക്ക് കൊണ്ടും കണ്ട തിരിച്ചറിയണ നീയാണ്. അത് കണ്ട അത്ര ഒറിജിനായിട്ട് ബാധ്യതകൾ കിടക്കുന്നത് ഞാൻ കുറച്ച് കാട് കയറി ചിന്തിച്ചു. എന്തിനിങ്ങനെ എന്നെ കൂടെ കൊതിപ്പിക്കും. കൊണ്ടാ സുലുവിന് കൊണ്ട് കൊടുക്കുക. വെറുതെ ഇല്ല, അത് വെച്ചിട്ട് മനക്കോട്ട കിട്ടണ്ട. അങ്ങനെ തന്നെ മച്ചപ്പെടാൻ കൊടുക്കുക. എന്തിന് ഞാൻ എന്തിനു പറഞ്ഞു? ഞാൻ എന്തായാലും തുലിച്ചേച്ചി കൊണ്ട് കൊടുക്കും. സ്വാഭാവികമായിട്ട് തുലിച്ചേച്ചിയുടെ വഴി തങ്കഞ്ചേട്ടത്തി അറിയും. അത് പിന്നെ ഒരു നാണക്കേട്. മച്ചമ്പി പറയുന്നത് ആരോടും പറയണ്ട, അവന് വഴി കിടന്ന് കിട്ടിയാൽ അറിഞ്ഞപ്പിഞ്ഞ് കൊണ്ടുവന്നു. എന്തിന്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നീ അങ്ങോട്ട് കൊടുക്കണം. നീ എടുത്താലേ നിനക്ക് കിട്ടിയ മുതൽ നീ കിട്ടിയാൽ നീ കൊണ്ട് കൊടുക്കണം. അതല്ല, ഞാൻ സ്വർണം പറയുന്നതിന്റെ കൂട്ടത്തിലേ നാക്ക് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് അറിയാതെ മറ്റേ തിരുമുറയുടെ കാശ് കാണാം. എന്തോന്നിടാ ഇത്? എന്താ ഞാൻ വഴി കിടക്കുന്ന സാധനങ്ങളൊക്കെ എടുക്കണം എന്തിനാണ്? പിന്നെ ഈ സൊസൈറ്റിയുടെ കാര്യം നിന്നോട് ആര് പറഞ്ഞത്? ഞാനറിയാം. അതൊന്നും ആരോടും അങ്ങനെ പറയണ്ട കേട്ടോ. വെറുതെ അന്നും പറഞ്ഞു ഇത് ആരോടും പറയണ്ട കേട്ടോ. ഇല്ല വാ. തമ്പി ചേട്ടാ, ഞാൻ എല്ലായിടവും നോക്കി, ഇവിടെ എങ്ങും ഇല്ല. ഇനി ബാഗ് ഒന്നും കൂടെ നോക്കിയാണ് തമ്പി ചേട്ടൻ. ഓ ശരി. എന്തായി സുലു? ഓ ഒന്നും ആയില്ല, എന്നെ ഇട്ട് മെനക്കെടുത്തിക്കുക. ഞാൻ ഇവിടെ എല്ലായിടവും നോക്കി, എങ്ങും കാണാനില്ല. ഓ മുക്ക് കൊണ്ട്, അല്ലാതെ പിന്നെ നായികയ്ക്ക് സ്വർണ്ണാത്തത് ഭാഗ്യല്ലേ? ആർക്കെങ്കിലും കിട്ടിയൊക്കെ സ്വർണം കൊണ്ടുപോയി ഇന്നത്തെ വിലയൊക്കെ സ്വർണ്ണമൊന്നും ഇടത്തില്ലല്ലോ. ഇത് പിന്നെ നായികയ്ക്ക് ഇടാവുള്ളൂ. എന്തൊക്കെ ഉണ്ടായിരുന്നു അതില്? കമ്മല്, മാല, മോതിരം, വള. ആ നായികയ്ക്ക് ഇടാനുള്ള എല്ലാം ഉണ്ടായിരുന്നു. ഹലോ, നല്ല ആളി എന്നാ
ഓ ശരി, എന്നെ ഇട്ട് മെനക്കെടുത്തിച്ചത് മിച്ചം. ഓ നിങ്ങളങ്ങോട്ട് വരി. ഓ ശരി എന്നാ. സുലു കിട്ടി. തമ്പിച്ചേട്ടൻ കൊണ്ടുപോയ ബാഗില്ലേ, അതിന്റെ അകത്തൊരു ചെറിയ ബാഗ് ഉണ്ടായിരുന്നു. അതിന്റെ അകത്തിരുന്നു. ഇപ്പൊ താണ്ട തമ്പിച്ചേട്ടൻ വിളിച്ചിരുന്നു. Audience